ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد. നമ്മൾ ഇന്നലെ വായിച്ചിരുന്നത് അഖീദത്തുൽ തഹാവിയുടെ ആദ്യത്തെ ഭാഗമാണ്. അതിലെ ഫസ്റ്റ് വരി നമ്മൾ ഇന്നലെ വായിച്ചു. نقول في إمام أبو جعفر الطحاوي رحمه الله പറയുന്നു نقول في توحيد الله معتقدين بتوفيق الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസം എന്താണെന്നാൽ താഴെ പറയുന്ന വിഷയങ്ങളാകും. എന്നിട്ട് നമ്മൾ തൗഹീദിന്റെ 3 വിഭാഗങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. തൗഹീദിന്റെ 3 വിഭാഗങ്ങൾ: ഒന്ന് ഉലൂഹിയ്യത്ത്, മറ്റേത് റുബൂബിയ്യത്ത്, ഒന്ന് അസ്മാഉ വസ്സിഫാത്ത്. ആർക്കാണ് റുബൂബിയ്യത്തിന്റെ വിശദീകരണം ഓർമ്മയുള്ളത്? തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു. അഹ്സൻ, ജസാക്കല്ലാഹു ഖൈർ. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ഫി അഫ്ആലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കൽ. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാക്കൽ. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നാൽ അല്ലാഹുവിന്റെ അസ്മാഉകളിലും അല്ലാഹുവിന്റെ സിഫാത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് വിശ്വസിക്കൽ. പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ 3 ബാബുകളാണ്. ഏതൊക്കെയാ? ഒന്ന് ബാബുൽ അസ്മാ, 2 ബാബുൽ സിഫാത്ത്, മൂന്നാമത്തേത് ബാബുൽ അഹ്സൻ, ബറകല്ലാഹു ഫീക്, ബാബുൽ ഇഖ്ബാർ. ബാബുൽ ഇഖ്ബാറാണ് ഏറ്റവും വിശാലമായത്. അതിനേക്കാളും ചെറുതാണ് ബാബുൽ സിഫാത്ത്, അതിനേക്കാളും ചെറുതാണ് ബാബുൽ അസ്മാ. അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 അല്ല, ധാരാളം ഉണ്ട്. തെളിവെന്താണ്? അതൊരിക്കൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവല്ലോ. 99 അല്ല, ധാരാളം ഉണ്ടെന്നൊരു നാളെ കേട്ടാൽ മനസ്സിലാവും. അതിന്റെ തെളിവെന്താണ്? ഖുർആനിലും ഹദീസിലും വന്നത് 99-ൽ അധികം പേരുകൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പൊ തൗഹീദിന്റെ 3 വിഭാഗങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് അഖീദത്തുൽ തഹാവിയുടെ വരി വായിക്കാം. قال الإمام أبو جعفر الطحاوي رحمه الله إن الله واحد لا شريك له. إن الله واحد لا شريك له. തൗഹീദിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇന്നല്ലാഹ വാഹിദുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹിദുൻ, ഏകനാകുന്നു. അല്ലാഹു ഏകനാകുന്നു. ലാ ശരീക ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു പങ്കുകാരുമില്ല. അല്ലാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. അല്ലാഹു റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ ഏകനാണ്. അല്ലാഹു ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിൽ ഏകനാണ്. അല്ലാഹു അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ ഏകനാണ്. ഇതാണ് നമ്മുടെ ഇമാം തഹാവി റഹിമഹുല്ലാഹ് ആദ്യമായിട്ട് അഹ്ലുസുന്നയുടെ അഖീദയായി പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ ആരെങ്കിലും ശിർക്ക് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ ശിർക്ക് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മജൂസികൾ. തീയെ ആരാധിക്കുന്നവരാണ്. തീയെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് മജൂസികൾ. അവർ അഹ്ലുൽ കിതാബിൽ പെട്ടവരാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള പഴയകാല പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് അവർ അഹ്ലുൽ കിതാബിൽ പെട്ടവരല്ല. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ജൂതന്മാരും നസ്രാണികളും, ക്രിസ്ത്യൻസും ജൂതന്മാരും, ഇവരാണ് അഹ്ലുൽ കിതാബ്. ഇവരിൽ പെടാത്ത വേറെ ഒരു വിഭാഗമാണ് മജൂസികൾ. തീയെയാണ് അവർ ആരാധിക്കുന്നത്. അവർ എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും മജൂസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അനുസരിച്ച് 2 റബ്ബുണ്ട്. മജൂസികളുടെ വിശ്വാസം അനുസരിച്ച് 2 റബ്ബുണ്ട്. ഒന്ന്
ഖൈറിനെ സൃഷ്ടിക്കുന്ന റബ്ബ്, 2 ഷർറിനെ സൃഷ്ടിക്കുന്ന റബ്ബ്. മജൂസികളുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് 2 രക്ഷിതാവാണ്, 2 റബ്ബാണ്. ഒന്ന് ഖൈറിനെ സൃഷ്ടിക്കുന്ന റബ്ബും, രണ്ടാമത്തേത് ഷർറിനെ സൃഷ്ടിക്കുന്ന റബ്ബും. അവർ കുഫാറുകളാണ്. മജൂസികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസമില്ല, അവർ കുഫാറുകളാണ്. ഇസ്ലാമിലാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഇത്തരത്തിലുള്ള വാദം പറയുന്നുണ്ട്. അതാണ് ഖദരിയാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ ശിർക്ക് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഖദരിയാക്കൾ. അവർ പറയുന്നത് എന്താണെന്നാൽ, ഖദരിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യരുടെ പ്രവർത്തികൾ സൃഷ്ടിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ ഖൈറ് ചെയ്യുന്നതാവട്ടെ മനുഷ്യർ ശർറ് ചെയ്യുന്നതാവട്ടെ അത് സൃഷ്ടിക്കുന്നത് മനുഷ്യർ തന്നെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ല. മനസ്സിലായില്ലേ? ഖദരിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഖദരിയാക്കൾ പറയുന്നത് ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുന്നതായാലും മനുഷ്യൻ തിന്മ ചെയ്യുന്നതായാലും മനുഷ്യൻ ചെയ്തതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത്. അതല്ലാതെ അല്ലാഹു അല്ല മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ഖദരിയാക്കൾ പറയുന്നത്. അപ്പൊ ഖദരിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഖാലിഖ്, സൃഷ്ടാവ് അത് മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ടാണ് അഹ്ലുൽ ഇൽമ് പഠിപ്പിക്കുന്നത് റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ ശിർക്ക് വിശ്വസിക്കുന്നവരാണ് ഖദരിയാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖദരിയ്യതു മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരിയാക്കൾ. കാരണം മജൂസികൾ വിശ്വസിക്കുന്നത് ഷർറിന് ഒരു ഖാലിഖുണ്ട്, ഖൈറിന് വേറൊരു ഖാലിഖുണ്ട്. ഏകദേശം അതേ വിശ്വാസമാണ് ഖദരിയ്യത്തിനുമുള്ളത്. ഖദരിയാക്കൾ പറയുന്നതനുസരിച്ച് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മനുഷ്യർ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ വിഷയം അറിയില്ല. മനുഷ്യൻ ചെയ്തതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നത് എന്നാണ് ഖദരിയ്യത്തിന്റെ വിശ്വാസം. അപ്പൊ ആ ഒരു വിഭാഗം ആൾക്കാർ ഖദരിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിൽ ശിർക്ക് ചെയ്യുന്നവരാണ്. മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം റുബൂബിയ്യത്തിലുള്ള ശിർക്ക് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ വിഭാഗം മാത്രമേ റുബൂബിയ്യത്തിൽ ശിർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് വിശ്വസിക്കുക. മനുഷ്യൻ ചെയ്യുന്ന ഷർറാവട്ടെ മനുഷ്യൻ ചെയ്യുന്ന ഖൈറാവട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. ദുനിയാവിൽ ജനങ്ങൾ ചെയ്യുന്ന ശിർക്ക്, വിഗ്രഹാരാധന, തെറ്റായ പ്രവർത്തനങ്ങൾ, വ്യഭിചാരം, മോഷ്ടിക്കൽ, ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അല്ലാതെ തെറ്റുകളായതിന്റെ പേരിൽ അത് വേറെ ആരോ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ സ്വന്തമായി ആ പ്രവർത്തനത്തിനെ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. ചില ആൾക്കാർ പെട്ടെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോ തെറ്റ് അള്ളാഹുവാണ് ഉണ്ടാക്കിയത് എന്ന് അള്ളാഹുവിലേക്ക് ചേർത്താൻ മടിയുള്ളതിന്റെ പേരിൽ എല്ലാ തെറ്റുകളെ അള്ളാഹു അല്ല പഠിച്ചത്, അത് മനുഷ്യർ ചെയ്യുന്നതാണ് എന്ന സംസാരം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദ മനസ്സിലാക്കി വെക്കുക. തെറ്റുകളെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്, ശിർക്കിനെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പൊ റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തേത് ഉലൂഹിയ്യത്ത്. ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിലും നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന കാര്യമാണ്. ഉലൂഹിയ്യത്ത്, ആരാധന, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ബലിയർപ്പണം, നേർച്ച നേരൽ, ഇത്തരത്തിലുള്ള ആരാധന, നമസ്കാരം, സ്വലാത്ത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് ദൃഢമായൊരു വിശ്വാസം ഉണ്ടാവലാണ് ഉലൂഹിയ്യത്ത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്, അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. അവർ അതിനെ തവസ്സുൽ എന്ന പേരിലാണ് ചില ആൾക്കാർ വിളിക്കുന്നത്. തവസ്സുൽ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. അത് ഇടയാളനായി വെച്ചിട്ടാണെങ്കിലും അതല്ലാതെ നേരിട്ടാണെങ്കിലും ഇതൊക്കെ ഉലൂഹിയ്യത്തിലുള്ള ശിർക്കാണ്. ഇതാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്നത്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക, അല്ലാഹു അല്ലാത്തവർക്ക് ദുആ എന്നുള്ള കാര്യം നൽകുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ ചെയ്യുക, ഇതൊന്നും നമ്മൾക്ക് അനുവദനീയമല്ല. ഇബാദത്താണോ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമേ നമ്മൾ നൽകാൻ വേണ്ടി പറ്റൂ. അതാണ് ഉലൂഹിയ്യത്തിലുള്ള വിശ്വാസം പൂർണ്ണമാവാനുള്ള നിബന്ധന. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ അസ്മാഉകളിലും അള്ളാഹുവിന്റെ സിഫാത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ അസ്മാഉകളിലും നാമങ്ങളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക.
അള്ളാഹുവിന്റെ ധാരാളം പേരുകളുണ്ട്, അള്ളാഹുവിന്റെ ധാരാളം വിശേഷണങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസമനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അതിന്റെ പൂർണ്ണമായ അർത്ഥം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കണം. ഉദാഹരണത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയും അള്ളാഹു സമീഅാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഇതേപോലെ നമ്മൾ പറയും ഇന്ന വ്യക്തി ഇപ്പൊ മുഹമ്മദ് സമീഅാണ്, മുഹമ്മദ് കേൾക്കുന്നുണ്ട്. മുഹമ്മദ് ബസീറാണ്, മുഹമ്മദ് കാണുന്നുണ്ട്. പക്ഷേ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവി അതിന് പരിധികളില്ല, അള്ളാഹുവിനെല്ലാം കേൾക്കാം. മനുഷ്യന്റെ സമീഅാണ്, പക്ഷെ അവന്റെ സമഇന്, അവന്റെ കേൾവിക്ക് അതിനൊരു പരിധിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ ബസർ, മനുഷ്യനും ബസീറാണ്, പക്ഷെ മനുഷ്യന്റെ ബസർ അതിന് പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറം മനുഷ്യനെ കാണാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകളിലും അള്ളാഹുവിന്റെ സിഫാത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവനെ പോലെ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട ശിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്നുള്ളത്. അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു കാര്യമാണ്. ഇമാം ബൂസിരിയുടെ അൽ ഖസീദത്തുൽ ബുർദ, ഇമാം ബൂസിരിയുടെ ബുർദ എന്ന് പറയുന്ന ഒരു ബൈത്ത്, ഇമാം ബൂസിരി ബുർദ എന്ന പേരിൽ ഒരു ബൈത്ത് ഇറക്കിയിട്ടുണ്ട്. ആ ബൈത്തിൽ ഒരു വരി കാണാം, ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. നമ്മുടെ നാടുകളിൽ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗക്കാർ ധാരാളമായി പാടിക്കൊണ്ടിരിക്കുന്ന ബുർദ ബൈത്തിലെ ഒരു വരിയാണിത്. അതിൽ ഇമാം ബൂസിരി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹാ, നബിയെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും ആഖിറവും, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും ആഖിറവും. ഫഇന്ന മിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്ന് ഇമാം ബൂസീരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പൊ അത് അസ്മാഉ സിഫാത്തിലുള്ള ശിർക്കാണ്. ഗൈബിയായ കാര്യങ്ങൾ അറിയുവാനുള്ള കഴിവ്, അതേപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. ഒരു നബിക്കോ ഒരു വലിയനോ ഒരു സാലിഹിനോ ഒരു മലക്കിനോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ നാടുകളിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അവർ അറിവില്ലാതെയാണ്, അധിക ജനങ്ങളും അത് ചെല്ലുന്നത് അറിവില്ലാതെയാണ്. അവർ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിൽ ശിർക്ക് ചെയ്യുന്നവരാണ്. ഇമാം ബൂസിരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു ഹമ്മാദ് അസ്-സൻഹാജി എന്നാണ്. മുഹമ്മദ് ഇബ്നു സഈദ് ഇബ്നു ഹമ്മാദ് അസ്-സൻഹാജി 7ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ മാരകമായ ഒരു രോഗം പിടിപെടുകയും അദ്ദേഹത്തിന് ആ രോഗം ധാരാളം ചികിത്സകൾ കഴിഞ്ഞിട്ടും ഭേദമാവാതെ വന്നപ്പോൾ ഒരു ദിവസം രാത്രി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ ഇത്തരത്തിലുള്ള ബുർദയുടെ വരികൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയും അത് കാരണമായിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രോഗം ഭേദമായി എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൃപ്തിപ്പെടുകയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ കുറച്ച് ചെറിയ കുട്ടികൾ നബിയെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുകയായിരുന്നു. അവർ അതിന്റെ ഇടയിൽ ധാരാളം വരികൾ നബിയെ പുകഴ്ത്തി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനങ്ങാതെ കേട്ടിരുന്നു. അവസാന ആ വരിയിൽ അവർ പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ നടക്കുന്ന വിഷയങ്ങൾ ആ പ്രവാചകന് അറിയാം എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, ഇത്ര സമയം പറഞ്ഞതൊക്കെ ശരിയാണ്, ഇപ്പോൾ പറഞ്ഞ ഈ വാചകം, ഈ വചനം അത് തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടികളെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാടുകളിലെ ആൾക്കാർ ചെയ്യുന്ന ഈ ബുർദ, അതിലൊക്കെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ ശിർക്കുണ്ട്. അതേപോലെ തന്നെ മുഹീദ്ദീൻ മാല എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ ആൾക്കാർ ചെയ്യുന്ന യാ ഗൗസ് യാ മുഹീദ്ദീൻ, മുഹീദ്ദീൻ ശേഖെ സഹായിക്കണേ എന്ന് വിളിക്കുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തിൽ ശിർക്ക് ചെയ്യലാണ്. കാരണം സഹായിക്കാനുള്ള കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ.
ആ കഴിവ് വേറെ ഒരാൾക്ക് നൽകൽ അത് ശിർക്കിന്റെ ഭാഗമാണ്. അസ്മാഉ സിഫാത്തിൽ ശിർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് വിശ്വസിക്കുക, ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുക, റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. റുബൂബിയ്യത്തിൽ ശിർക്ക് ചെയ്യുന്നവർ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖദരിയാക്കളാണ്. കുഫാറുകളിൽ റുബൂബിയ്യത്തിൽ ശിർക്കുള്ളവർ മജൂസികളാണ്, വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ. ഉലൂഹിയ്യത്തിൽ ശിർക്ക് ചെയ്യുന്നവർ നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ അസ്മാഉ സിഫാത്തിൽ ശിർക്ക് ചെയ്യുന്നവരും നമ്മുടെ നാടുകളിൽ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു ബൈത്താണ് മഖ്ബൂസ് മൗലിദ് എന്നുള്ളത്. മഖ്ബൂസ് മൗലിദ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു ബൈത്താണ്. സുന്നിയായ എല്ലാവർക്കും അറിയാം. വീട്ടിൽ പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ആൾക്കാർ പതിവാക്കിയ ഒരു ബൈത്താണ് മഖ്ബൂസ് മൗലിദ് എന്നുള്ളത്. അതിൽ അവർ പറയുന്ന ഒരു വരിയുണ്ട്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്ൻ വഅദൻ ലാ അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഞാൻ ധാരാളമായി തെറ്റുകൾ ചെയ്തു, ധാരാളമായി പാപങ്ങൾ ഞാൻ ചെയ്തു, അതുകൊണ്ട് നബിയെ താങ്കളോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു ഈ തെറ്റുകളുടെ വിഷയത്തിൽ എന്നവർ പറഞ്ഞ് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ധാരാളം ആൾക്കാർ ഇത് ചെല്ലുന്നത് അതിന്റെ അർത്ഥം അറിയാതെയാണ്. അതല്ലാതെ ഒരു സാധാരണ മുസ്ലിമിന്റെ അടുക്കൽ പോയിട്ട് പാപങ്ങൾ പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് പറഞ്ഞാൽ അവനില്ല എന്നേ പറയും, പറ്റൂലാന്നേ പറയൂ. പക്ഷേ കുറെ കാലങ്ങളായി ചെല്ലു വരുന്നതിന്റെ പേരിൽ അതൊരു പതിവായി എന്ന് മാത്രം. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളിലും അല്ലാഹുവിന്റെ സിഫാത്തുകളിലും ധാരാളമായിട്ട് ശിർക്ക് നടക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ. അപ്പൊ അല്ലാഹുവിന്റെ വിഷയത്തിൽ മുവഹ്ഹിദീകളാണ് എന്ന് നമ്മൾ പറയാൻ വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണം, ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണം, അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് വിശ്വസിക്കണം. എന്നാൽ മാത്രമേ ഒരു വ്യക്തി മുവഹ്ഹിദാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഇമാം തഹാവി റഹിമഹുല്ലാഹ് ആദ്യമായിട്ട് സൂചിപ്പിച്ചത്. ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ലാ ശരീക ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പങ്കുകാരുമില്ല. രണ്ടാമതായിട്ട് ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു, വലാ ശൈഅ മിസ്ലുഹു, വലാ ശൈഅ മിസ്ലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള ഒന്നും തന്നെയില്ല. അല്ലാഹുവിനെ പോലെയുള്ള, അല്ലാഹുവിന്റെ തുല്യമായുള്ള ഒരു വസ്തുവും തന്നെയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയിൽ പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ശൈഉൻ. അല്ലാഹുവിനെ പോലെയുള്ള ഒന്നും തന്നെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള ഒന്നും തന്നെയില്ല. അതാണ് ഞാൻ നേരത്തെ അസ്മാഉ സിഫാത്തിൽ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അല്ലാഹു കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് മനുഷ്യർ കേൾക്കുന്നവനാണ്. പക്ഷേ അല്ലാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല, മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട് എന്ന വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് എല്ലാ സിഫാത്തുകളിലും ഇങ്ങനെയാണ്, എല്ലാ അസ്മാഉകളിലും ഇങ്ങനെയാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ആ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യരെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു ഖാലിഖാണ്, മനുഷ്യർ മഖ്ലൂഖാണ്. മനുഷ്യരുടെ കാര്യത്തിൽ ന്യൂനതകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ന്യൂനതയില്ലാത്തവരാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യനായി ആരും തന്നെയില്ല. അള്ളാഹുവിന്റെ തുല്യനായി ഒരാളും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഫലാ തജഅലു ലില്ലാഹി അൻദാദ. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യരായി കൊണ്ട് ആരെയും കണക്കാക്കരുത്. അള്ളാഹുവിന് തുല്യരായി നിങ്ങൾ ആരെയും കണക്കാക്കരുത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ മറിയമിലൂടെ ചോദിക്കുന്നു, ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹുവിന് തുല്യരായ വല്ലരെയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്, വലാ ശൈഅ മിസ്ലുഹു. ഒരു വസ്തുവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയില്ല. അപ്പൊ അതിന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ആയത്ത് ഓർമ്മയിൽ വെക്കുക, ലൈസ കമിസ്ലിഹി ശൈഉൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ അള്ളാഹുവിന്റെ അസ്മാഉകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും പഠിക്കുന്ന സാഹചര്യത്തിൽ ധാരാളം കാര്യങ്ങൾ കേൾക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ആയത്താണ് ലൈസ കമിസ്ലിഹി ശൈഉൻ. നമ്മൾ
ഒരു സ്ഥലത്ത് കേൾക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. അല്ലാഹുവിന്റെ കൈയുണ്ട്, അല്ലാഹുവിന് യോജിക്കുന്ന രീതിയിൽ. നമ്മൾ കേൾക്കുകയാണ് അല്ലാഹുവിന് വിരലുണ്ട്, ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഈ ആയത്ത് വരണം ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. അല്ലാഹുവിന് വിരലുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് യോജിക്കുന്ന രീതിയിൽ. അല്ലാഹു കേൾക്കുന്നു, അത് നമ്മൾ കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആയത്ത് വരണം ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. നമ്മുടെ കേൾവി പോലെയല്ല അല്ലാഹുവിന്റെ കേൾവി. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് ഏത് കാര്യം നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ആയത്ത് ഓർമ്മയിൽ ഉണ്ടാവണം ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരു വസ്തുവുമില്ല. എന്നാൽ നമ്മൾക്ക് ഒരിക്കലും അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ തെറ്റുവരികയില്ല. അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരാണ് തെറ്റിയിരിക്കുന്നത്. ഒന്ന് മുഅത്തില എന്ന് പറയുന്ന വിഭാഗം, ഒന്ന് മുശബ്ബിഹ എന്ന് പറയുന്ന വിഭാഗം. മുഅത്തില എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളിലേക്കും സിഫാത്തുകളിലേക്കും നോക്കി. ഖുർആനിലും ഹദീസിലും വന്ന അല്ലാഹുവിന്റെ അസ്മാഉകൾ ഏതാണ്, അല്ലാഹുവിന്റെ സിഫാത്തുകൾ ഏതാണ് എന്ന് അവർ നോക്കി. അപ്പൊ അതിന് ധാരാളം സിഫാത്തുകൾ അവർ കണ്ടു. അല്ലാഹു കേൾക്കുന്നത് കണ്ടു, അല്ലാഹു ചിരിക്കുന്നത് കണ്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല വരും എന്ന് കണ്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കും എന്ന് കണ്ടു. ഇത്തരത്തിൽ ധാരാളം വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും അവർ കണ്ടു. അപ്പൊ അവർ വിചാരിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ചത് എന്താ, മനുഷ്യന്റെ ചിരി പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കോപം പോലെ. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ അവർ സ്ഥിരപ്പെടുത്തുമ്പോഴും അവർ മനുഷ്യരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സാദൃശ്യപ്പെടുത്തേണ്ടി വരും എന്ന് ചിന്തിച്ചു. അത് കാരണമായിട്ട് അവർ ചെയ്തത് എന്താണ്, അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഒക്കെ അവർ തള്ളിക്കളഞ്ഞു. അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും മൊത്തത്തിൽ അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അള്ളാഹുവിന്റെ അസ്മാഉകളൊന്നുമില്ല, അങ്ങനെ അള്ളാഹുവിന്റെ ഒരു സിഫാത്തുകളുമില്ല. അതിൽപ്പെട്ട വിഭാഗമാണ്, മുഅത്തിലകളിൽപ്പെട്ട വിഭാഗമാണ് ജഹ്മിയാക്കൾ. അതേപോലെ തന്നെ മുഅ്തസിലിയാക്കൾ. അവരുടെ വിശേഷണം അനുസരിച്ച് അള്ളാഹുവിന്റെ കൈയുണ്ടോ ഇല്ല, അള്ളാഹു റഹ്മത്തുണ്ടോ ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ടോ ഇല്ല, അള്ളാഹു കാണുന്നുണ്ടോ ഇല്ല, ഇത്തരത്തിൽ അവരെല്ലാം നിഷേധിച്ച് അവരുടെ വാദമനുസരിച്ച് അള്ളാഹുവേ ഇല്ല എന്ന രീതിയിലാണ് അവർ വാദിക്കുന്നത്. ആ വിഭാഗം മുഅത്തിലാക്കൾ. മുഅത്തില എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാഉകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും നിഷേധിക്കുന്ന വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, അല്ലാഹു കാണുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, അല്ലാഹു ചിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹു കോപിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും, മനുഷ്യർ ചിരിക്കുന്നത് പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കും, മനുഷ്യർ കോപിക്കും പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിരലുകളുണ്ട്, മനുഷ്യന്റെ വിരലുകൾ പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖമുണ്ട്, മനുഷ്യന്റെ മുഖം പോലെ. അള്ളാഹുവിന്റെ കണങ്കാലുണ്ട്, മനുഷ്യന്റെ കാല് പോലെ. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അവർ മനുഷ്യരുമായി സാദൃശ്യപ്പെടുത്തി. അവർക്കാണ് മുശബ്ബിഹ എന്ന് പറയുക. മുശബ്ബിഹ എന്ന് പറയുക. അപ്പൊ ഒരേ വിഭാഗം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. വേറെ ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊക്കെ സ്ഥിരപ്പെടുത്തി, പക്ഷേ മനുഷ്യരുമായി അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സാദൃശ്യപ്പെടുത്തി. ഇങ്ങനെ രണ്ട് വിഭാഗവും അതിര് കവിഞ്ഞു. ഒരു വിഭാഗം അത് സ്ഥാപിക്കുന്ന വിഷയത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് ജനങ്ങളുമായി സാദൃശ്യപ്പെടുത്തി. മറ്റൊരു വിഭാഗം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഭയന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുകയും ചെയ്തു. ഈ രണ്ട് മനഹജിന്റെ ഇടയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഭിപ്രായം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്ഥിരപ്പെടുത്തും. കാരണം എന്താ, അത് ഖുർആനിലും ഹദീസിലും വന്നതാണ്. പക്ഷേ മനുഷ്യരെ പോലെയാണോ? അല്ല. എന്തുകൊണ്ട്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അപ്പൊ അതാണ് മൂന്ന് വിഭാഗം. അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ വിഭാഗം മുഅത്തില, രണ്ടാമത്തെ വിഭാഗം മുശബ്ബിഹ, മൂന്നാമത്തെ വിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ. മുഅത്തിലയാക്കൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും തള്ളിക്കളഞ്ഞു. മുശബ്ബിഹ എന്ത് ചെയ്തു? അള്ളാഹുവെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തി. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറഞ്ഞു അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പോലെയല്ല. കാരണം ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. വലാ ശൈഅ മിത്ലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള ഒന്നും തന്നെയില്ല.
അപ്പൊ ആ കാര്യം ചെയ്യുക, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. മുഅദ്ദിലയാക്കൾക്ക് അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നിഷേധിക്കുന്നവർക്കുള്ള റദ്ദാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. മുഅദ്ദില പറഞ്ഞു അള്ളാഹു കാണുന്നവനല്ല, അള്ളാഹു കേൾക്കുന്നവനല്ല. മുശബ്ബിഹ എന്താ പറഞ്ഞത്? അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും, പക്ഷെ മനുഷ്യൻ കാണുന്നത് പോലെ മനുഷ്യൻ കേൾക്കുന്നത് പോലെ. അതിനുള്ള റദ്ദാണ് അള്ളാഹു പറഞ്ഞത് ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അപ്പൊ ആ ഒരു ആയത്ത് ലൈസ കമിത്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, ഈ ഒരു ആയത്താണ് മുശബ്ബിഹക്കും മുഅദ്ദിലക്കും റദ്ദ്, അതേപോലെ തന്നെ അഹ്ലുസുന്നക്കുള്ള ഹുജ്ജത്ത്. അപ്പൊ ആ കാര്യം ചെയ്യുക, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കും, അള്ളാഹു കാണും, അള്ളാഹുവിന്റെ കാലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വിരലുണ്ട്, അള്ളാഹു കോപിക്കും, അള്ളാഹു ചിരിക്കും. അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമായി എന്തൊക്കെ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ അതൊക്കെ സത്യമാണ്. അതിന്റെ രൂപം എങ്ങനെയാണെന്നാൽ നമ്മൾക്കറിയില്ല. കാരണം ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിന് ഇതൊക്കെ ഉണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർന്ന രീതിയിൽ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മൂന്നാമതായിട്ട് ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു വലാ ശൈഅ യുഅ്ജിസുഹു, വലാ ശൈഅ യുഅ്ജിസുഹു, ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബലഹീനനാക്കുകയില്ല, ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അശക്തനാക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് ഇന്നഹു കാന അലീമൻ ഖദീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അശക്തനാക്കാൻ, അള്ളാഹുവിനെ ബലഹീനനാക്കാൻ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവിനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഖദീർ എന്നുള്ളത്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഖദീർ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് അതിന്റെ യാതൊരു പരിധിയുമില്ല. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അങ്ങനെ നമ്മൾ പറയരുത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് നമ്മൾ പറയരുത്. മറിച്ച് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നേ പറയാൻ വേണ്ടി പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു കഴിവുള്ളവനാണ് എന്നല്ല, മറിച്ച് അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നേ നമ്മൾ പറയാൻ വേണ്ടി പറ്റൂ. കാരണം എന്താണെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് അവൻ അല്ലാഹുവിന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു അവന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു ഖുർആനിൽ എല്ലായിടത്തും പറഞ്ഞത് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു കഴിവുള്ളവനാണ് എന്ന രീതിയിൽ ഒരു ഉപാധി നമ്മൾ അതിന് വെച്ചു കൊടുക്കരുത്. മറിച്ച് അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുള്ളൂ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ്. ആ ഒരു സ്ഥലത്ത് മാത്രമേ അല്ലാഹു അവന്റെ ഉദ്ദേശവുമായി അവന്റെ കഴിവിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഭാവിയിൽ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടും എന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് പറയരുത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് പറയരുത്. മറിച്ച് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാ നമ്മൾ പറയാൻ പറ്റൂ. വഹുവ അലാ മാ യശാഉ ഖദീർ എന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു കഴിവുള്ളവനാണ് എന്നല്ല, മറിച്ച് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതേപോലെ തന്നെ ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു വലാ ഇലാഹ ഗൈറുഹു,
വലാ ഇലാഹ ഗൈറുഹു, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി വേറെ ഒരാളുമില്ല. അതാണ് നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ സത്യമായി ആരാധിക്കപ്പെടാൻ അർഹിക്കുന്ന വേറെ ഒരാളുമില്ല. വലാ ഇലാഹ ഗൈറുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായ വേറെ ഒരാളുമില്ല. ഇത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു ഖദീമുൻ ബിലബ്തിദാഇൻ ദായിമുൻ ബിലൻതിഹാഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആളും അതേപോലെ തന്നെ അവസാനത്തെ ആളുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തേതും അതേപോലെ തന്നെ അവസാനത്തേതുമാകുന്നു. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഹുവൽ അവ്വലു വൽ ആഖിർ, ഹുവൽ അവ്വലു വൽ ആഖിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തേതും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തേതുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ. അല്ലാഹുവേ, നീയാണ് ആദ്യത്തേവൻ, നീയാണ് ആദ്യത്തെ ആൾ. ഫലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുമ്പായിട്ടൊന്നും തന്നെയില്ല. വഅൻതൽ ആഖിർ, അല്ലാഹുവേ, നീയാണ് അവസാനത്തെ ആൾ. വഅൻതൽ ആഖിർ, അല്ലാഹുവേ, നീയാണ് അവസാനത്തെ വ്യക്തി. വലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷം ഒന്നും തന്നെയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിൽ പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താ? ഖദീമുൻ ബിലബ്തിദാഇൻ ദായിമുൻ ബിലൻതിഹാഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തേതാണ്, അതേപോലെ തന്നെ അല്ലാഹു അവസാനത്തേതാണ്. ഇവിടെ ഇമാം തഹാവി ഉപയോഗിച്ച വാക്ക് ഖദീം എന്ന വാക്കാണ്. ഇമാം തഹാവി ഉപയോഗിച്ചത് ഖദീം എന്ന വാക്കാണ്. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖദീം എന്ന പേരിൽ ഒരു നാമം സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഖദീം എന്ന പേരിൽ ഏറ്റവും ആദ്യം ഉള്ളത് എന്ന അർത്ഥത്തിൽ ഖദീം എന്ന ഒരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്ഥിരപ്പെട്ടില്ല. മറിച്ച് ഹദീസുകളിലും ഖുർആനിലും വന്നത് അല്ലാഹുമ്മ അൻതൽ അവ്വൽ, അവ്വൽ എന്ന പദമാണ്, അവ്വല് എന്ന പദമാണ്. അതല്ലാതെ പഴയത് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഖദീം എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിലോ അല്ലാഹുവിന്റെ സിഫത്തുകളിലോ സ്ഥിരപ്പെട്ടില്ല. അപ്പൊ ഖദീം എന്ന് ഇമാം തഹാവി റഹിമഹുല്ലാഹ് ഇവിടെ സൂചിപ്പിച്ചത് ആ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക. അല്ലാഹുവിന്റെ അസ്മാവുകളിൽ പെട്ട ഒരു കാര്യമല്ല ഖദീം എന്നുള്ള വാക്ക്. ഇനി നമ്മൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് ഖദീം എന്ന് പറയാം. ഏത് രീതിയിലാ പറയാം? അസ്മാകളിൽ പറ്റൂല, സിഫാത്തുകളിലും പറ്റൂല. അപ്പൊ ഏതിലാ പറ്റാ? ഇഖ്ബാറിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് പറയാം? ഖദീം എന്ന രീതിയിൽ പറയാമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബദാഇഉൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വേറൊരാൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മൾക്ക് എന്ത് പറയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാണ്, അല്ലാഹുവിന്റെ തുടക്കമില്ല, അല്ലാഹു ആദ്യമേ ഉള്ളവനാണ് എന്ന രീതിയിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് സംസാരിക്കാം. അതല്ലാതെ അല്ലാഹുവിന്റെ അസ്മാവുകളിലോ അല്ലാഹുവിന്റെ സിഫാത്തുകളിലോ പെട്ട ഒന്നല്ല ഖദീം എന്നുള്ളത്. ഖദീമുൻ ബിലബ്തിദാഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആളാണ്. വദായിമുൻ ബിലൻതിഹാഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തേതുമാണ്. ഈ ഒരു വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു ലാ യഫ്നാ വലാ യബീദ്, ലാ യഫ്നാ വലാ യബീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നശിച്ചു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നശിച്ചു പോവുകയില്ല. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു. കുല്ലു ഷൈഇൻ ഹാലിക്, ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എല്ലാ വസ്തുക്കളും നശിച്ചു പോവും. ഇല്ലാ വജ്ഹഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോവും. അതാണ് അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത് കുല്ലു മൻ അലൈഹാ ഫാൻ, ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോവും. വയബ്ഖാ വജ്ഹു റബ്ബിക് ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അവശേഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ നശിച്ചു പോകും, അവർക്ക് മരണം വരും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഒരിക്കലും നശിക്കുകയില്ല. അതേപോലെ തന്നെ ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു വലാ യകൂനു ഇല്ലാ മാ യുരീദ്, വലാ യകൂനു ഇല്ലാ മാ യുരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതല്ലാതെ സംഭവിക്കുകയില്ല.
അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ സംഭവിക്കുകയില്ല. അപ്പൊ ദുനിയാവിൽ നടക്കുന്ന എന്ത് കാര്യമാവട്ടെ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഉദ്ദേശം രണ്ട് തരത്തിലാണ്. ഒന്ന് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യ, ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടക്കാൻ വേണ്ടി അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതാവാം, തൃപ്തിപ്പെടാത്തതാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അള്ളാഹു അത് തൃപ്തിപ്പെട്ടതാവാം, അല്ലെങ്കിൽ തൃപ്തിപ്പെടാത്തതാവാം. തൃപ്തിപ്പെട്ടതാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ഇറാദത്തുല്ലാഹിൽ കൗനിയ്യ അശ്ശറഇയ്യ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന അള്ളാഹു നടത്തിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടണമെന്നില്ല, അത് അല്ലാഹു തൃപ്തിപ്പെടണമെന്നില്ല. അപ്പൊ ഏത് കാര്യമായാലും ദുനിയാവിൽ നടക്കുന്നത് അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടല്ലാതെ ദുനിയാവിൽ ഒരു കാര്യവും നടക്കുകയില്ല. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, ഒരു കാര്യം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്താണ് ചെയ്യുക? അതിനോട് പറയും കുൻ, നീ ആവുക എന്ന് പറയും, ഫയകൂൻ, അപ്പോഴേക്ക് അതായിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനോട് നീ ആവൂ എന്ന് പറഞ്ഞാൽ അത് ആയിത്തീരും. അത് എല്ലാ വിഷയങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്നതാവട്ടെ തൃപ്തിപ്പെടാത്തതാവട്ടെ. ശർഈ ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൃപ്തിപ്പെടും. ഉദാഹരണത്തിന് ദുനിയാവിലുള്ള ഈമാൻ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനോട് അല്ലാഹു പറഞ്ഞു കുൻ, ആവുക എന്ന് പറഞ്ഞു, ഫയകൂൻ, അപ്പോൾ അതായി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് അത് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യ അശ്ശറഇയ്യയിൽ പെട്ടതാണ്. രണ്ടാമത്തെ വിഭാഗം എന്താണെന്നാൽ ഇറാദത്തുല്ലാഹിൽ കൗനിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ചു, അത് അല്ലാഹു തൃപ്തിപ്പെടണമെന്നില്ല. അതിനാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിൽ നടക്കുന്ന ശിർക്ക്, ദുനിയാവിൽ നടക്കുന്ന വ്യഭിചാരം, ദുനിയാവിൽ നടക്കുന്ന മോഷണം, ദുനിയാവിൽ നടക്കുന്ന ദുൽമ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെയാണ്. പക്ഷേ അത് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യയിൽ പെട്ടതാണ്. ഈ കൗനിൽ, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടക്കാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചതല്ല. അപ്പൊ നമ്മൾ യാതൊരു കാരണവശാലും ഖദരിയ്യത്ത് പറയുന്നത് പോലെ, ഖദരിയ്യാക്കൾ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ശർറുകളെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ് എന്ന വാദം നമ്മൾ പറയരുത്. മറിച്ച് എല്ലാ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രീതി എങ്ങനെയാണെന്നാൽ അതിനോട് പറയും കുൻ, നീ ആവുക എന്ന് പറയും, ഫയകൂൻ, അപ്പോഴേക്ക് അതായിട്ടുണ്ടാവും. അത് അല്ലാഹു തൃപ്തിപ്പെടുന്നതാണെങ്കിൽ, ഈമാനാണെങ്കിൽ, അമലു സ്വാലിഹാത്താണെങ്കിൽ അത് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യത്തി ശർഈയിൽ പെട്ടതും, അത് അല്ലാഹു തൃപ്തിപ്പെടാത്ത കാര്യമാണെങ്കിൽ അത് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യയിൽ പെട്ടതുമാണ്. അപ്പൊ ആ ഒരു വേർതിരിവിൽ എന്ത് ചെയ്യുക? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ശർറിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഖൈറിനെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ശർറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് പരീക്ഷണമായിട്ടാണ്. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വ്യക്തികളെ മോശം വ്യക്തികളിൽ നിന്ന് അള്ളാഹുവിന് വേർതിരിക്കാനുള്ള ഒരു ഹിക്മത്തിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശർറിനെ ഭൂമിയിൽ പടച്ചിരിക്കുന്നത്. ശിർക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു എന്തിനെ? ഈമാനുള്ള വ്യക്തികളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേർതിരിക്കാൻ. ലിയമീസ അല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്, നല്ല വ്യക്തികളിൽ നിന്ന് മോശം വ്യക്തികൾ ആരാണ് അവരെ വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശർറിനെ പടച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ ലോകത്ത് ചെയ്യുകയില്ല. അപ്പോൾ വലാ യകൂനു ഇല്ലാ മാ യുരീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതല്ലാതെ നടക്കുകയില്ല. ഖൈറാവട്ടെ ശർറാവട്ടെ, ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതേപോലെ തന്നെ ലാ തബ്ലുഗുൽ ഔഹാം വലാ തുദ്രികുൽ അഫ്ഹാം, മനുഷ്യർക്ക് എത്ര ചിന്തിച്ചാലും മനുഷ്യന്റെ ഊഹങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ ചിന്തകൾ കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയുക ഒരിക്കലും മനുഷ്യന് സാധിക്കുന്നതല്ല. അപ്പൊ നമ്മൾ എത്ര പഠിച്ചാലും, എത്ര മെനക്കെട്ടാലും, എത്ര ഖുർആൻ വായിച്ചാലും, എല്ലാ ഹദീസുകൾ വായിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയുക അത് മനുഷ്യന് സാധ്യമല്ല. ഇത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ, മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്.
മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വലാ യുഹീതൂന ബിഹി ഇൽമ. പക്ഷേ മനുഷ്യർക്ക് ഒരിക്കലും അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ലാ തബ്ലുഗുൽ ഔഹാം വലാ തുദ്രികുൽ അഫ്ഹാം. മനുഷ്യൻ എത്ര ചിന്തിച്ചാലും മനുഷ്യൻ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയുക അതൊരിക്കലും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് അവസാന നാളിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എനിക്കിപ്പോൾ അറിയാത്ത ധാരാളം അല്ലാഹുവിന്റെ സ്തുതികളും വിശേഷണങ്ങളും അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അറിയിച്ചു തരും. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരാൾക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധ്യമല്ല, ഒരാൾക്കും അറിയുകയുമില്ല. അത് ഒരു പ്രവാചകനും അറിയില്ല, ഒരു മലക്കിനും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല. ലാ തബ്ലുഗുൽ ഔഹാം വലാ തുദ്രികുൽ അഫ്ഹാം. അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാനോ അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ഒരു ചിന്തക്കോ അതേപോലെ തന്നെ ഒരു ബുദ്ധിക്കോ സാധ്യമല്ല എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വലാ യുശ്ബിഹുൽ അനാം, വലാ യുശ്ബിഹുൽ അനാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല. അല്ലാഹു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, പക്ഷേ സൃഷ്ടികളുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു സാദൃശ്യവുമില്ല. അതാണ് ഇമാം നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ ശബ്ബഹല്ലാഹ ബിശൈഇൻ മിൻ ഖൽഖിഹി ഫഖദ് കഫർ. മൻ ശബ്ബഹല്ലാഹ ബിശൈഇൻ മിൻ ഖൽഖിഹി ഫഖദ് കഫർ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളുമായി ഉപമിച്ചാൽ അവൻ കാഫിറാണ്. ആരെങ്കിലും പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും, നമ്മുടെ കേൾവി പോലെ എന്ന് അവൻ പറഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സൃഷ്ടികളുമായി ആരെങ്കിലും സാദൃശ്യപ്പെടുത്തിയാൽ അവൻ കാഫിറാണ് എന്ന് നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നു. അതേപോലെ തന്നെ വമൻ അൻകറ മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫർ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വല്ല വിശേഷണവും എതിർത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ വല്ല വിശേഷണവും ആരെങ്കിലും എതിർത്താൽ അവൻ കാഫിറാണ്. വമൻ വലൈസ ഫീമാ വസഫല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തശ്ബീഹുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അവന്റെ റസൂലോ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ഒരിക്കലും സാദൃശ്യപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുവാനോ നമ്മൾക്ക് പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുക. അത് സൃഷ്ടികളെ പോലെയല്ല എന്നും വിശ്വസിക്കുക. അത് സൃഷ്ടികളെ പോലെയാണെന്ന് പറഞ്ഞാലും അവൻ കാഫിറാണ്, അത് നിഷേധിച്ചാലും അവൻ കാഫിറാണ് എന്ന് ഇമാം നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ലാലികായി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നതായി കാണാം. വലാ യുശ്ബിഹുൽ അനാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും സൃഷ്ടികളോട് സാദൃശ്യമുള്ളവനല്ല. അതാണ് നേരത്തെ ഞാൻ ഓതിയ ആയത്ത് ലൈസ കമിത്ലിഹി ശൈഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള ഒന്നും തന്നെയില്ല. അതേപോലെ തന്നെ അടുത്തതായി ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു, ഹയ്യുൻ ലാ യമൂത്. ഹയ്യുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടുകയില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ ബലമേൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു ഹയ്യാണ്. അല്ലാഹു ഹയ്യാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല. അൽ ഹയ്യു, ഹയ്യായ അല്ലാഹു, ഹയ്യായ അല്ലാഹു, ഒരിക്കലും മരിക്കാത്ത അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽപ്പെട്ടതാണ് ഹയ്യ് എന്നുള്ളത്. അല്ലാഹുവിന്റെ രണ്ട് നാമങ്ങൾ ഏകദേശം സാദൃശ്യമായതുണ്ട്. ഒന്ന് ഹയ്യ്, ഒന്ന് ഹയ്യ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഹയ്യ് എന്ന് പറഞ്ഞാൽ ലജ്ജയുള്ളവൻ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ഇന്ന റബ്ബകും ഹയ്യിയ്യുൻ കരീം, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഹയ്യിയാണ്, ലജ്ജയുള്ളവനാണ്. അപ്പൊ ആ രണ്ട് പേരുകളും പരസ്പരം നമ്മൾക്ക് സാദൃശ്യമാവാൻ പാടില്ല. രണ്ട് നാമങ്ങളാണ്. ഒന്ന് ഹയ്യ്, മറ്റൊന്ന് ഹയ്യ്. രണ്ട് യായാണത്. ഹയ്യ് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽപ്പെട്ടതാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഹയ്യുൻ ലാ യമൂത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്.
എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുകയില്ല, ഒരിക്കലും മരിക്കുകയില്ല. അതേപോലെ തന്നെ ലാ യനാം, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയുമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ലാ തഅഖുദുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടികൂടുകയില്ല. സിനത്തുൻ, ചെറിയ ഉറക്കം. സിന എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഉറങ്ങുന്നതിനാണ് സിന എന്ന് പറയുക. വലാ നൗം, ഉറക്കവും. നൗം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായ രീതിയിൽ ഉറങ്ങുക. രണ്ട് ഉറക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ചെറിയ തൂങ്ങിയ ഉറക്കവുമില്ല, അതല്ലാതെ സാധാരണ രീതിയിലുള്ള ഉറക്കവും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ലാ തഅഖുദുഹു സിനത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സിനയില്ല. സിന എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള തൂങ്ങിയ ഉറക്കം. വലാ നൗം, സാധാരണ ഉറക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു, അല്ലാഹുവിന്റെ വിഷയത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് ഹയ്യുൻ, അല്ലാഹു ഹയ്യാണ്, എന്നെന്നും അല്ലാഹു ജീവിച്ചിരിക്കും. ലാ യമൂത്ത്, ഒരിക്കലും അല്ലാഹു മരിക്കുകയില്ല. ഖയ്യൂമുൻ, ഖയ്യൂമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖയ്യൂമാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്, അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഖയ്യൂം എന്ന് പറഞ്ഞാൽ. ഖയ്യൂമിന്റെ അർത്ഥം എന്താണെന്നാൽ സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ള കാര്യങ്ങളെ നിലനിർത്തുന്നവരും. സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ള ജീവജാലങ്ങളെ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ നിലനിർത്തുന്നവരും. അപ്പൊ അതാണ് ഖയ്യൂം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽപ്പെട്ടതാണ് ഖയ്യൂം എന്നുള്ളത്. ഖയ്യൂമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ള കാര്യങ്ങളെ നിലനിർത്തുന്നവരുമാണ്. ലാ യനാം, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ പറ്റി പറയാറുണ്ട്, അൻത ഖയ്യാമുസ് സമാവാതി വൽ അർദ്. ഖയ്യാം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നതായി കാണാം. അപ്പൊ ഖയ്യൂമും എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് വന്നതുപോലെ ഖയ്യാം എന്നും വന്നിട്ടുണ്ട്. അർത്ഥത്തിൽ ഏറ്റവും നല്ല അർത്ഥം നമ്മൾക്ക് ലഭിക്കുക ഖയ്യൂം എന്ന് പറഞ്ഞാലാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ള ആൾക്കാരെ നിലനിർത്തുന്നവരും. ഇനി ആരെങ്കിലും അല്ലാഹുവിനെ സംബന്ധിച്ച് ഖയ്യാം എന്ന് പറഞ്ഞാൽ അതും തെറ്റല്ല. കാരണം ഹദീസിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ഖയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഖയ്യൂമുൻ ലാ യനാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖയ്യൂമാണ്, സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ളതിനെ നിലനിർത്തുന്നവരുമാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലാഹ യുംസികുസ് സമാവാതി വൽ അർദ് അൻ തസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമികളെയും അത് ഇല്ലാതായി പോകുന്നതിൽ നിന്ന് അല്ലാഹു അതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹുവിന്റെ കഴിവിലേക്ക്, അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക് ആവശ്യക്കാരാണ്. ഒരു മനുഷ്യനും ഒരു ജീവിക്കും ഒന്നിനും സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്. ആ ആശയമാണ് ഖയ്യൂം എന്ന പദം നമ്മൾക്ക് നൽകുന്നത്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെയും ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെയും നിലനിർത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഖയ്യൂം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഹയ്യും ഖയ്യൂമും ഇത് രണ്ടും പലതവണ ഒന്നിച്ച ഖുർആനിൽ വന്ന വിശേഷണമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഹയ്യാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്. അല്ലാഹുവിന് ഉറക്കമില്ല. ഖയ്യൂമുൻ, സ്വന്തമായി നിലനിൽക്കുന്നവരും ബാക്കിയുള്ള കാര്യങ്ങളെ നിലനിർത്തുന്നവരുമാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇമാം തഹാവി റഹിമഹുല്ലാഹ് പറയുന്നു, ഖാലിഖുൻ ബിലാ ഹാജത്തിൻ, ഖാലിഖുൻ ബിലാ ഹാജത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ സൃഷ്ടിച്ചു ബിലാ ഹാജത്തിൻ, ഒരു ആവശ്യവുമില്ലാതെ. എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമില്ലാതെയാണ് അല്ലാഹു ജനങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹുവിന് ജനങ്ങളെ ആവശ്യമില്ല, മറിച്ച് ജനങ്ങൾക്ക് അള്ളാഹുവിനെയാണ് ആവശ്യം. ഖാലിഖുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നവനാണ്, ബിലാ ഹാജത്തിൻ, ഒരു ആവശ്യവുമില്ലാതെ. ഈ ജനങ്ങളെ പടച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടികളെ പടച്ചതിന്റെ പേരിലല്ല അള്ളാഹുവിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇവരെ യാതൊരു ആവശ്യവുമില്ല, മറിച്ച് ഈ ജനങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആവശ്യം.
അതേപോലെ തന്നെ റാസിഖുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നവനാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണമല്ല, മറിച്ച് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഉപജീവനം, അള്ളാഹു ഉപജീവനം നൽകുന്നവനാണ്. ബിലാ മുഅ്നത്തിൻ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അള്ളാഹുവിന് നമ്മൾക്ക് റിസ്ക് നൽകുന്നതിന്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അള്ളാഹുവിന്റെ നമ്മൾക്ക് റിസ്ക് നൽകുന്നതിന്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ആരാധന ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, ജനങ്ങൾ എനിക്ക് വല്ല ഉപജീവനം നൽകണമെന്നോ അതേപോലെ തന്നെ എനിക്ക് ഭക്ഷണം നൽകണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതേപോലെ തന്നെ റാസിഖുൻ ബിലാ മുഅ്നത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് നമ്മൾക്ക് എല്ലാവർക്കും റിസ്ക് നൽകുന്നത്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തതയുള്ളവനാണ്. അല്ലാഹുവിന് നിങ്ങളുടെ ഒരാളുടെയും ആവശ്യമില്ല. നിങ്ങൾ ആരും അല്ലാഹുവിന് റിസ്ക് കൊടുക്കുവാനോ അല്ലാഹുവിന് ഭക്ഷണം കൊടുക്കുവാനോ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും റിസ്ക് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തന്നു. ഒരു ഹദീസിൽ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. ഹദീസ് പലതരത്തിലുണ്ട്. ചില ഹദീസ് നബിയിലേക്ക് വരെ ഉണ്ടാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി സഹാബി ഉദ്ധരിക്കും. അതാണ് പൊതുവെ നമ്മൾക്ക് കേട്ടുപരിചയമുള്ള ഹദീസ്. ഖുദ്സിയായ ഹദീസ് എന്താണെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അത്തരത്തിലുള്ള ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമു ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അസ്സഹാബിയുടെ കുനിയത്ത് മാത്രമേ അധികം ആൾക്കാർക്കും അറിയൂ. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ. ജുന്ദുബ് ഇബ്നു ജുനാദ, ആ പേര് എല്ലാവരും ഓർമ്മയിൽ വെക്കുക. ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു അൻഹുവിലൂടെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അല്ലാഹു പറഞ്ഞു, എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടുകയും എല്ലാവരും എന്നോട് അവരവരുടേതായ ആവശ്യങ്ങൾ ചോദിക്കുകയും ചോദിച്ച വ്യക്തികൾക്ക് എല്ലാവർക്കും ഞാൻ അവരുടെ ആവശ്യങ്ങൾ നൽകുകയും ചെയ്താൽ പോലും എന്റെ അടുക്കലുള്ള ഖജനാവിൽ നിന്ന് ഒരു വസ്തുവും കുറയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. റാസിഖുൻ ബിലാ മുഅ്നയാണ് അല്ലാഹു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് റിസ്ക് നൽകുന്നത്. എല്ലാ ദിവസവും ഭൂമിയിലുള്ളവർക്ക് റിസ്ക് നൽകുന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഖജനാവിലുള്ളതിന് വല്ല കുറവോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലിയും ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലുള്ളത് എത്രയോ അധികമാണ് എന്ന കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് എല്ലാവർക്കും നൽകിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ഖിൽ നിന്ന് ഒന്നും തന്നെ കുറവ് വരുന്നില്ല. റാസിഖുൻ ബിലാ മുഅ്നത്തിൻ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ ഒരു മശഖയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് എല്ലാവർക്കും റിസ്ഖ് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായ രീതിയിൽ മനസ്സിലാക്കുവാനും ഹഖ് മാത്രം സ്വീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اهدنا إليك صراطا مستقيما. وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. بارك الله فيكم. سبحان الله وبحمده. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.